ഹലോ, ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ ശരിക്കും ഒരു പ്രത്യേക ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മൻസൂമത്ത് അൽ ആലമീൻ അൽ മാലിയ, അതായത് ഇരുലോകങ്ങളുടെയും സാമ്പത്തിക വ്യവസ്ഥ. അബ്ദുൽ ഖാദിർ ഹഷാഷിനെയാണ് ഇതിന്റെ പിന്നിൽ. ഇപ്പം നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിഹാരമെന്ന നിലയ്ക്കാണ് ഇത് വരുന്നത്. പണപ്പെരുപ്പമില്ല, പലിശയില്ല, പിന്നെ ഒറ്റ ഇടപാടിൽ പെൻഷൻ കിട്ടുമെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഒരുപാട് ചോദ്യങ്ങൾ വരും അല്ലേ? നമുക്കിതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് സക്കാത്ത് നിസാബ്, അതായത് 85 ഗ്രാം സ്വർണം 18 കാരറ്റ്, അതിന്റെ മൂല്യത്തിന്റെ 2.5% എന്ന കണക്ക്. ആ തത്വങ്ങളെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബയോമെട്രിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചേർക്കുകയാണ്. എന്നിട്ടൊരു ആഗോള ബാങ്കിംഗ് യൂണിയൻ ഉണ്ടാക്കുക. അതാണ് ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യവും അതേസമയം പുതിയ ടെക്നോളജിയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം, അതാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ ആദ്യം തന്നെ ഒരു കൗതുകം തോന്നിയത് ഈ ഡിജിറ്റൽ ഗോൾഡ് ഗ്രാം കറൻസിയാണ്. 18 കാരറ്റ് സ്വർണത്തിന്റെ ഇത് സ്വർണത്തിന്റെ അന്നന്നത്തെ വിലയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ, അതായത് സ്വയം ഒരു മൂല്യമുണ്ട്. സർക്കാരുകൾ തീരുമാനിക്കുന്ന പോലെയല്ല. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ പണപ്പെരുപ്പവും പലിശ, അതായത് റിബ, അതൊക്കെ ഇല്ലാതാക്കും എന്ന് പറയുന്നത്? അതെങ്ങനെയാണ്? അതിന്റെ കാരണം ഈ കറൻസിയുടെ മൂല്യം സ്വർണത്തിലാണല്ലോ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പേപ്പർ നോട്ടുകളൊക്കെ പ്രിന്റ് ചെയ്യുന്നത് പോലെ ഇത് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. സ്വർണത്തിന്റെ ലഭ്യതയ്ക്ക് ഒരു പരിധിയുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ പലിശയെ ഒഴിവാക്കുന്ന തരം ഇടപാടുകൾ, ഉദാഹരണത്തിന് മുറാബഹ പോലുള്ള രീതികളാണ് ഇതിൽ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി അനുസരിച്ച് പണപ്പെരുപ്പവും പലിശയും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പിന്നിലെ ആശയം. ശരി ശരി. അപ്പോൾ സ്വർണം അടിസ്ഥാനമാക്കിയുള്ള കറൻസി, ഓക്കെ. പക്ഷെ അതിനപ്പുറം പോയിട്ട് സമയത്തെ തന്നെ ഒരു കറൻസി ആക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഈ രേഖകളിൽ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുക? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതാണ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും റാഡിക്കലായ ആശയം. ആദ്യം സ്വർണ്ണ കറൻസി, പിന്നെ അതിൽ നിന്ന് ഡിജിറ്റൽ ടൈം കറൻസിയിലേക്ക് മാറും എന്നാണ് പ്ലാൻ. അതിന്റെ കണക്കുകൂട്ടൽ ഇങ്ങനെയാണ്: 85 ഗ്രാം 18 കാരറ്റ് സ്വർണത്തിന്റെ അന്നത്തെ വിലയെടുക്കും. എന്നിട്ട് അതിനെ ഒരു ഹിജ്റ വർഷത്തിലെ ആകെ മണിക്കൂറുകൾ കൊണ്ട് ഹരിക്കും. ഏകദേശം 8544 മണിക്കൂറുകൾ വരും. അപ്പോൾ ഒരു മണിക്കൂറിന് ഒരു ഡിജിറ്റൽ മൂല്യം കിട്ടും. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോഴോ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ ഈ സമയമൂല്യം ഉപയോഗിക്കും. എന്നിട്ടത് ബേൺ ചെയ്യപ്പെടും, അതായത് കത്തിത്തീരും, നശിപ്പിക്കപ്പെടും. അതാണോ ഈ പണപ്പെരുപ്പത്തെ പൂർണ്ണമായി തടയും എന്ന് പറയുന്നതിന്റെ ലോജിക്? അതെ, ഈ രേഖകൾ പറയുന്നതനുസരിച്ച് അങ്ങനെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് കറൻസി ഇല്ലാതാവുന്നു. അപ്പോൾ പിന്നെ പണത്തിന്റെ അളവ് കൂടുന്നില്ലല്ലോ, അതുകൊണ്ട് പണപ്പെരുപ്പം ഉണ്ടാവുന്നില്ല. ഇത് ശരിക്കും ഇപ്പോഴത്തെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ്. ഓക്കെ, 0% പണപ്പെരുപ്പം, 0% പലിശ, നികുതികളില്ല, ഇറക്കുമതി ചുങ്കമില്ല, പ്രോജക്റ്റുകൾക്ക് 100% ഫണ്ടിംഗ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് തോന്നും, ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ്, ഇത് നടപ്പാക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ, അതിനെക്കുറിച്ച് ഈ രേഖകളിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? നിങ്ങൾക്കെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ രേഖകൾ ശരിക്കും ഇതിന്റെ ഒരു ആശയപരമായ പ്രവർത്തനത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. വെല്ലുവിളികളേക്കാൾ ഇതിന്റെ സാധ്യതകളാണ് എടുത്തു പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 100% ഫണ്ടിംഗ് എന്ന് പറയുന്നത് മുറാബാഹ രീതിയിലാണെന്ന് പറയുന്നു. അതായത് ബാങ്ക് നിങ്ങൾക്കാവശ്യമുള്ളൊരു സാധനം വാങ്ങുന്നു, എന്നിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചൊരു ലാഭത്തിന് നിങ്ങൾക്ക് മറിച്ചു വിൽക്കുന്നു. ഇവിടെ പറയുന്നത് 51% ലാഭം ബാങ്കിന്, 49% നിങ്ങൾക്ക് എന്ന രീതിയിലാണ്. ഇത് പലിശ ഒഴിവാക്കാനുള്ള ഒരു ഇസ്ലാമിക രീതിയാണ്. പിന്നെ സാമൂഹികമായി നോക്കുമ്പോൾ സക്കാത്ത് ഓട്ടോമാറ്റിക്കായി വിതരണം ചെയ്യും, അങ്ങനെ ദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നൊക്കെയാണ് വാദം. ഇതിനുവേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, പിന്നെ ബയോമെട്രിക്സ് ഒക്കെ ഉപയോഗിക്കും എന്നും പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് കൃത്യമായി വർക്ക് ചെയ്യുക? എന്തെങ്കിലും ധാരണ കിട്ടിയോ? ഈ ഡോക്യുമെന്റ്സ് പ്രകാരം AI അൽഗോരിതംസ് ഉപയോഗിച്ച് സക്കാത്തിന് അർഹരായവരെ കണ്ടുപിടിക്കും. എന്നിട്ട് അവരുടെ ബയോമെട്രിക് ID, അതായത് വിരലടയാളം, ശബ്ദം, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടിലേക്ക് ഡിജിറ്റൽ സ്വർണം ഓട്ടോമാറ്റിക്കായി അയക്കും. ഇടപാടുകൾ സുരക്ഷിതമാക്കാനും പേപ്പറൊക്കെ ഒഴിവാക്കാനും ഈ ബയോമെട്രിക് സഹായിക്കും. പിന്നെ ഈ ഇന്റർനെറ്റ് ഇല്ലാത്ത സിം കാർഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്
ഒരുപക്ഷെ ബാങ്കിംഗ് ആവശ്യത്തിനു മാത്രമുള്ള ഒരു പ്രത്യേക നെറ്റ്വർക്ക് ആയിരിക്കാം. പൊതു ഇന്റർനെറ്റിൽ നിന്നും മാറി കൂടുതൽ സുരക്ഷിതമായ ഒന്ന്. അങ്ങനെ ആവാനാണ് സാധ്യത. പിന്നെ ഖത്തറിന്റെ വിഷൻ 2030 പോലുള്ള ലക്ഷ്യങ്ങളുമായി ഇതെങ്ങനെ യോജിക്കുന്നു എന്നും ഇതിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, കടലാസ് രഹിതമാവുന്നത് പരിസ്ഥിതിക്ക് നല്ലതാണല്ലോ. അതുപോലെ സാമ്പത്തിക സുസ്ഥിരത, സാമൂഹിക നീതി, ഇതൊക്കെ മറ്റു ലക്ഷ്യങ്ങളെയും സഹായിക്കും എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്താ പറയാ, അപ്രസക്തമാക്കും. സമ്പത്തിനെ ഈ സക്കാത്ത് പരിധി വെച്ച് പുനർനിർവചിക്കുക, അതൊക്കെയാണോ വലിയ ലക്ഷ്യങ്ങൾ? ഒരുതരം ഫാക്ടറി റീസെറ്റ് പോലെയാണോ ഇത്? അതെ, ഏകദേശം അങ്ങനെ ഒരു വലിയ മാറ്റമാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ആഗോള സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ മാറ്റാനുള്ള ഒരു നിർദ്ദേശം. രസകരമായ മറ്റൊരു കാര്യം, ഈ ആശയത്തിന്റെ ബൗദ്ധിക സ്വത്തവകാശം, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, വിൽപ്പനയ്ക്കോ വാടകയ്ക്കോ ലഭ്യമാണെന്നും പറയുന്നുണ്ട്. അതിന്റെ മൂല്യം ഏകദേശം 1 ട്രില്യൺ യൂറോയിലധികം വരുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോ സംഗ്രഹിക്കുകയാണെങ്കിൽ ഇതാണ് കാര്യം. ഇസ്ലാമിക തത്വങ്ങളെടുത്തു, സ്വർണമെടുത്തു, പിന്നെ സമയത്തെയും എടുത്തു, കൂടെ പുതിയ ടെക്നോളജിയും ചേർത്തു. എന്നിട്ട് ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കാൻ നോക്കുന്നു. ഇതൊരു വലിയ മാറ്റത്തിനുള്ള നിർദ്ദേശം തന്നെയാണ്. പണം, ബാങ്കിംഗ്, എന്തൊരു സമയം പോലും, അതിനൊക്കെ നമ്മൾ കൽപ്പിക്കുന്ന മൂല്യം, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ടാവാം, അല്ലേ? തീർച്ചയായും. ഇതിന്റെ പ്രായോഗികത, ഇത് നടക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാവാം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഒരടിസ്ഥാനപരമായ ചോദ്യം ഈ രേഖകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സമയത്തിന്, ടൈമിന് യഥാർത്ഥത്തിൽ എന്തു മൂല്യമാണുള്ളത്? ഇന്നത്തെ മാർക്കറ്റ് ശക്തികളിൽ നിന്നൊക്കെ മാറി സമയം എന്ന ഒന്നിന് തനതായ ഒരു സാമ്പത്തിക മൂല്യം കൊടുക്കാൻ ഒരു സിസ്റ്റത്തിന് പറ്റുമോ? ഇത് നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു ചിന്തയാണ്.